ഞാൻ ഗുരു എന്ന് പറഞ്ഞ ഒരാൾ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം എനിക്ക് എൻ്റെ മനസ്സും എൻ്റെ ചിന്തയും എൻ്റെ ഇതെല്ലാം കളഞ്ഞ് എന്നെ ആ പ്രകാശത്തിലേക്കും എന്നെ ദർശനത്തിലേക്ക് കൊണ്ട് എത്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മനുഷ്യനല്ല, ഇത് പൂർണ്ണമായി ദൈവം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. പിന്നെ അതിന് ബീരാൻ പാപ്പ എന്ന പേര് ഞാൻ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഈശ്വരനാണ്, അള്ളാഹു എന്നാ പറയാം. എന്ന പോലെ അതിൽ കൊണ്ട് ചേർത്തി അദ്ദേഹത്തെ പോലെ എന്നെയും ആക്കി ഞാനും ആ അള്ളാഹുവാണ്. അല്ലാതെ ഞാനൊരു ഷേക്കോ ഒരു വലിയ ഒരു ഗുരുവോ നിങ്ങൾ പറഞ്ഞ മുർഷിദോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതല്ല നിങ്ങൾ പറഞ്ഞ പൊട്ടത്തരങ്ങളെ പോലെയാണ്, ഒരു അജ്ഞതയാണ്. ഊഹത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു പേരുകൾ ആയതുകൊണ്ടാണ് ഞാൻ അതല്ല എന്ന് പറഞ്ഞു. ചിലവര് പറയും സൂഫി എന്ന് പറയും. എന്താണ് സൂഫി? അള്ളാഹു അല്ലാത്ത ഒന്നുമല്ല ഞാൻ. എന്താ ഈ പറഞ്ഞ ഒന്നുമല്ല ഞാൻ, അള്ളാഹുവാണ്, അല്ലെങ്കിൽ ഈശ്വരനാണ്, ദൈവമാണ്. പൊതുവെ പറഞ്ഞത് അള്ളാഹു അല്ലാത്ത കുറഞ്ഞു അല്ലെ. അങ്ങനെ പലതും പറഞ്ഞാൽ അതെല്ലാം ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും അല്ല, ഞാൻ അള്ളാഹുവാണ്, ഈശ്വരനാണ്. ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. നിങ്ങളും അത് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഖുർആൻ പറയുന്നു, നിങ്ങളെ ഖുർആനിലേക്ക് കൊണ്ടുപോകാം മുസ്ലിം ആയതുകൊണ്ട്. ഖുർആൻ പറയുന്നു സൂറത്ത് 15 ഹിജറ 28 മുതൽ 34 വരെയുള്ള വചനത്തിൽ ഖുർആൻ പറഞ്ഞു, ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ആദമിനെ എവിടെ സൃഷ്ടിച്ചു? മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചില്ലേ? അങ്ങനെയല്ല പറഞ്ഞു ഖുർആൻ. മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു ആദമിനെ. എന്നിട്ട് അതിലേക്ക് അള്ളാഹു തന്റെ ആത്മാവ് ഊതിയാൽ ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അല്ലേ? കേട്ടില്ലേ? ആദമിനെ മണ്ണെന്ന് സൃഷ്ടിക്കുകയും ആ മൺരൂപത്തിലേക്ക് അള്ളാഹു തന്റെ ആത്മാവ് ഊതിയാൽ ആദമിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. പലവരും സുജൂദ് ചെയ്തു, ചിലവർ സുജൂദ് ചെയ്തില്ല. എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവരൊരു മണ്ണുകൊണ്ട് സൃഷ്ടിച്ചാൽ നമ്മൾ ചെയ്യില്ല, സുജൂദ് ചെയ്യില്ല, നമ്മൾ അള്ളാഹുവിനെ മാത്രമേ സുജൂദ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അല്ലേ? ഇങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞു? അങ്ങനെയാണ്. അപ്പം അള്ളാഹു ഒരു പിശാചിനെ ആട്ടി ഓടിച്ച്, ആ ആട്ടി ഓടിച്ച വിഭാഗത്തിലെ ഈ മനുഷ്യരെല്ലാവരും ഇരിക്കുന്നത്, പണ്ഡിതനായാലും വലിയായാലും ഷേക്കായാലും നിങ്ങളും ഈ തരത്തില അള്ളാഹുവിനെ കണ്ട് സുജൂദ് ചെയ്യാത്ത വിഭാഗത്തിൽ ആണോ? ഞാൻ അറിയാതുകൊണ്ട് സംശയം ചോദിക്കുകയാണ്. സുജൂദ് ചെയ്യുമ്പോ എല്ലാവരും ഇബ്ലീസ് ഇല്ല, ഇബ്ലീസ് എന്നല്ലേ പറഞ്ഞിട്ടുണ്ടോ? അതെ, ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ വേറെ ഒട്ടലില്ല. ഇബ്ലീസ് മാത്രം ചെയ്തില്ല. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. തീയാൽ പടക്കപ്പെട്ട ഞാൻ മണ്ണുകൊണ്ട് പഠിച്ച ചെയ്യില്ല ഇബ്ലീസ് പറഞ്ഞപ്പോ ഇബ്ലീസിനെ കാഫിറാക്കി. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കാരണം തരാം. ഈ ആത്മാവ് അള്ളാഹുവിന്റെ ആത്മാവ്, പ്രപഞ്ചത്തിലെ ആഗമനം ആത്മാവിനെയാണ്, റൂഹിനെയാണ്. ഉപനിഷത്ത് പറഞ്ഞ ചൈതന്യത്തെയാണ്. ശാസ്ത്രം പറഞ്ഞ ഊർജമാണ്. ഇതിനെയാണ് അള്ളാഹു, ഈശ്വരൻ, ദൈവം, പരമാത്മാവൻ. പരം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഇരിക്കുന്ന ആത്മാവ്, അതാണ് അള്ളാഹു. നിങ്ങളിൽ ആരാളുള്ളത്? അള്ളാഹു. ആത്മാവല്ലേ? ഇങ്ങനെ പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? ഇനി കഴിഞ്ഞ ഒരു 10 മിനിറ്റ് മുന്നേ വരെ ഇത് പറയാൻ പറ്റുമോ? നിങ്ങൾ അള്ളാഹുവാണ് പറ്റിയെന്നോ? അള്ളാഹു എല്ലാവരിലും ഉണ്ടല്ലോ, അല്ല പുസ്തകം പറഞ്ഞത്. അതെ, ഞാൻ പറഞ്ഞു. പക്ഷെ അത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയോ? എങ്ങനെയാന്ന് എനിക്ക് അറിയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെ അതെ, അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ ആ മൺരൂപത്തിലേക്ക് നിങ്ങളും നമ്മളും ഭൂമിയിലുള്ള എല്ലാവരും ഈ ഭൂമിയായ മാതാവായ മണ്ണിൽ നിന്ന് രൂപപ്പെട്ടതാണ്, അല്ലേ? ഭൂമിയുടെ സകലമാണ്. അപ്പൊ നമ്മുടെ ശരീരം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവൻ സൃഷ്ടിക്കുകയും എന്നിട്ട് ഈ മൺരൂപത്തിലേക്ക് സൃഷ്ടാവായ ആത്മാവ് തന്നെ പ്രവേശിച്ചുകൊണ്ട് ഇതിലൂടെ, ഈ മൺരൂപത്തിലൂടെ എല്ലാം ബഷീറും എന്ന് പറഞ്ഞ അറബിയിൽ എല്ലാം കാണുന്നവനും, സമീം എല്ലാം കേൾക്കുന്നവനും, അലീമും എല്ലാം അറിയുന്നവനും, ഹയ്യുൽ ഖയ്യൂം എല്ലാം ആവശ്യമായതെല്ലാം പ്രവർത്തിക്കുന്നവനുമായ അള്ളാഹുവാണ് ഇതിലേക്ക് പ്രവേശിച്ച്. ഇപ്പോൾ ഇതിലൂടെ, എന്നിലൂടെയും നിങ്ങളിലൂടെയും കൃഷ്ണനിലൂടെയും രാമനെയും ബുദ്ധനിലൂടെയും യേശുവിലൂടെയും മുഹമ്മദിലൂടെയും എല്ലാവരിലൂടെയും ഈ പരമാത്മാവാണ് പ്രവേശിച്ചുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും പ്രവർത്തിക്കുന്നതും ആവശ്യമായതെല്ലാം
പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പരമാത്മാവായ ഈശ്വരനാണ്, അള്ളാഹുവാണ്, ദൈവമാണ്. ആണോ? അതെ. ഇതിൽ പ്രവേശിച്ചില്ലെങ്കിൽ നമ്മൾ മരിച്ചു. കണ്ണും തുറന്ന് കിടക്കും. കണ്ണ് കാണൂല, കേൾക്കൂല, അറിയില്ല, പ്രവർത്തിക്കൂല, ചലനമില്ല, ചീഞ്ഞളിഞ്ഞ് ദുസ്സഹമായ ദുർഗന്ധമായിട്ട് കുഴിച്ച് മൂടിയെ കത്തിക്കുകയും ചെയ്യും, അല്ലേ? അപ്പൊ ഈ മറ്റേ ഉപകരണത്തെ മരിച്ചാൽ മയ്യത്ത്, ഡെഡ് ബോഡി, ശവം എന്നൊക്കെ പറയും. അപ്പൊ ആ ശവങ്ങളാണ് ഇതെല്ലാം. ഈ ശവത്തെ സൃഷ്ടിച്ചവനും ഇതിൽ പ്രവേശിച്ച് കാണുകയും കേൾക്കുകയും അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പരമാത്മാവായ പ്രപഞ്ചനാഥൻ അള്ളാഹു ഈശ്വരൻ ആണ് നമ്മളെല്ലാവരും സൃഷ്ടിച്ചതും നമ്മളിലെല്ലാവരും സ്വപ്നത്തിലൂടെ പ്രവേശിച്ചുകൊണ്ട് നിലനിന്ന് പ്രവർത്തിച്ചു പോരുന്ന ആ പ്രപഞ്ചനാഥനാണ് നാം എല്ലാം. ആണോ നിങ്ങൾ? അതെ അതെ. അള്ളാഹു ഉള്ളിടത്തോളം നമ്മുടെ ജീവനോടെ ഉണ്ട്. അള്ളാഹു ഇല്ലെങ്കിൽ നമ്മളില്ല. അപ്പൊ നിങ്ങൾ ആരാ? അപ്പൊ നിങ്ങൾ ആരാണ്? ഞാൻ തന്നെ അള്ളാഹു. അള്ളാഹു. അപ്പൊ ഈ അള്ളാഹു പോകുമ്പോ ഇപ്പൊ ഞാൻ മരിക്കല്ലേ? അതെ, അള്ളാഹു പോയ നിങ്ങളില്ല, മരിച്ചു. അപ്പൊ നമ്മള് ഖുർആനിൽ പറയണ്ടല്ലോ, അത് വീണ്ടും ജനിക്കും എന്ന് പറയുന്നത്. മരിച്ചതിന് ശേഷം വീണ്ടും ജനിച്ചു, പുനർജനിപ്പിക്കും. ശരി, അറബിയൊക്കെ അറിയാല്ലേ ഖുർആൻ? എനിക്കൊന്നും അറിയില്ല. പറയാ അത് കേട്ടാണ്. സൃഷ്ടി ആരംഭിക്കുന്നത്, സൃഷ്ടി അവസാനിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു, ഹലകനാക്കും, ഇതിൽ ഞങ്ങൾ സൃഷ്ടിച്ചു, ും അതിൽ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവച്ചു, വീണ്ടും അതിൽ നിന്ന് ഞങ്ങളെ ഉന്നേൽപ്പിക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ മരിക്കുമ്പോ അള്ളാഹു നമ്മളിന്ന് പോവാണോ? അതെ. അപ്പൊ ഈ മരിക്കണ സമയത്ത് റൂഹ് അള്ളാഹു പോവാണല്ലോ, അള്ളാഹു പോവാണ്. അപ്പൊ പിന്നെ വീണ്ടും സമയത്ത് ആത്മാവ് നഷ്ടപ്പെട്ടു ചോദിക്കുകയാണ് ഞാൻ. ആത്മാവ് നഷ്ടപ്പെട്ടപ്പോ ഈ ശരീരം ഡെഡായി, ചലനമില്ലാതെ, അല്ലേ? അപ്പൊ അള്ളാഹു ഇല്ല. അപ്പൊ ഈ പ്രവൃത്തിയില്ല. അപ്പൊ ഇതിലെ സ്വസ്ഥത്തിലൂടെ പ്രവേശിച്ചു കൊണ്ട് നിലനിന്ന് പ്രവർത്തിച്ചു പോരുന്നത് അള്ളാഹു ആണെന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞു. ബോധ്യമല്ലേ? അല്ലേ? ഇത് തന്നെ നിങ്ങൾ വിജയിച്ചു. ഇത് തന്നെ അറിയാതെ ഇരിക്കുന്ന ഈ ശേഖന്മാരും വലികളും ഇത് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ആരെ കണ്ടാലും ഈജിപ്തിലോ അവിടെ ഇവിടെയുള്ള ഒരുപാട് ഗുരുക്കന്മാരെ പോയി കാണുന്നവരുണ്ട്. ഇവിടെ നമ്മളെ കേരളത്തിൽ കോഴിക്കോടും പോയി ചോദിച്ചു നോക്ക്. അവര് ദർശകരല്ല. എന്തല്ല? ദർശകരല്ല. അള്ളാഹുവിനെ കണ്ടുകൊണ്ടും അവന്റെ ഖുർആൻ പറഞ്ഞു, ഇബ്രാഹിം സൂറത്ത് 6 അന്നാം 75-ാമത്തെ വചനത്തിൽ നാം ഇബ്രാഹിമിനെ സൃഷ്ടികർമ്മങ്ങളും രാജാധിപത്യ രഹസ്യങ്ങളും എല്ലാം കാട്ടിക്കൊടുത്തിരുന്നു. അദ്ദേഹം യാഥാർത്ഥമായി തീരാൻ വേണ്ടിയ ഖുർആനിൽ പറഞ്ഞ ദൃഢവിശ്വാസിയാവാൻ. വിശ്വാസമല്ല നമുക്ക് വേണ്ടി, കണ്ടറിഞ്ഞ് ബോധ്യമാണ് വേണ്ടത്. ഞാൻ നിങ്ങളെ മുഴുവൻ കാണിച്ചും അറിയിച്ചും കൊടുത്തപ്പോ ഇബ്രാഹിമിന് മനസ്സിലായി ഞാനില്ല, ഞാൻ പ്രപഞ്ചനാഥൻ തന്നെയാണ്. ആ യാഥാർത്ഥ്യം ആണ് ഞാൻ മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും സുജൂദ് ചെയ്യുന്ന ഇബ്രാഹിം നബിക്ക് അറിയില്ല. നിങ്ങൾ കഅബ ഷരീഫിലേക്കല്ലേ സുജൂദ് ചെയ്യുന്ന തിരിഞ്ഞിട്ട്? ആണോ? എന്തിനാ കഅബ ഷരീഫിന്റെ കൊള്ള തിരിഞ്ഞ് നിൽക്കുന്നത്? അത് പിന്നെ പറയാം.